കേരള PSC പുതിയ സിലബസുമായിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പലരുടെയും ചോദ്യമാണ്, ഞങ്ങളുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ സിലബസ് ചതിച്ചോ എന്ന്. കേരള PSCയുടെ ഈ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ സിലബസ് നമ്മളെ ചെറുതായിട്ടൊന്ന് ചതിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു വിധത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ചുരുങ്ങിയ കാലയളവുണ്ട്, അതായത് ഒരു 2 മാസം, 2-2.5 മാസമാണ് നമുക്ക് എക്സാമിനായിട്ടുള്ളത്. സോ ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും. പാർട്ട് 3 വരുന്നത് ബോട്ടണി കേട്ടോ. ബോട്ടണിയിൽ നിന്ന് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മളെവരും കാത്തിരുന്ന നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാമിന്റെ കൺഫർമേഷനുള്ള ഡേറ്റ് വന്നു, അതുകൂടാതെ അതിന്റെ എക്സാം ഡേറ്റ് വന്നു, അതുകൂടാതെ തന്നെ അതിന്റെ സിലബസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പലരും നമുക്ക് ആക്ച്വലി ഒരു ബാച്ച് ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ സ്റ്റുഡൻസ്, നമുക്ക് കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതിന്റെ ബാച്ച് നടക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ സിലബസ്, അതായത് പഴയ സിലബസ് വെച്ചിട്ടുള്ള ഏകദേശം 50-60% ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നു. ഈ ആഴ്ചയിൽ ഒരു എക്സാം പ്ലാൻ ചെയ്തിരുന്നു. അപ്പോഴത്തേക്കാണ് എന്താണ് കേരള PSC പുതിയ സിലബസുമായിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പലരുടെയും ചോദ്യമാണ്, ഞങ്ങളുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ സിലബസ് ചതിച്ചോ എന്ന് കേട്ടോ. അതായത് സിലബസ് ചതിച്ചോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പാർഷ്യലി പറഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. അതായത് കേരള PSCയുടെ ഈ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ സിലബസ് നമ്മളെ ചെറുതായിട്ടൊന്ന് ചതിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു വിധത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമുക്ക് ഏകദേശം 2 മാസത്തിൽ കൂടുതൽ എക്സാമിനായിട്ടുണ്ട് കേട്ടോ. അതായത് കൃത്യമായിട്ട് കേട്ടോണേ, 2 മാസത്തിൽ കൂടുതൽ എക്സാമിനായിട്ടുണ്ട്. ഈ സിലബസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിലബസ് ആണ് അല്ലേ. ഇപ്പൊ അതായത് ഇന്നലെ വന്നിട്ടുള്ള സിലബസ് ആണ്. അപ്പം എല്ലാവരും ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട് എന്ന് പറയുന്ന പോലെ എല്ലാവരും എന്താണ്, ഒരേ വെള്ളത്തിൽ തന്നെയാണ്. ഇത് വേറെ ആർക്കും നേരത്തെ സിലബസ് കിട്ടിയിട്ടില്ല, എല്ലാവർക്കും ഒരേ സമയമാണ് സിലബസ് കിട്ടിയത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കുറച്ച് പേര് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി, സാരമില്ല, നിങ്ങളുടെ പഠനമൊക്കെ ഒരു ട്രാക്കിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പുതിയ സിലബസ് ജസ്റ്റ് ഒന്ന് അറിയാം കേട്ടോ. പുതിയ സിലബസ് അറിയാം, അതിന്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ അറിയാം, എന്നിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ എക്സാമിന് വേണ്ടി തയ്യാറാകാം കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 പോസ്റ്റിന്റെ സിലബസ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, നിങ്ങൾ ആരും പേടിക്കേണ്ട. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. കാരണം ഇത് എല്ലാവരും സ്ക്രാച്ചിൽ നിന്ന് ഇപ്പൊ തുടങ്ങും അല്ലെ. ഓൾറെഡി നിങ്ങൾ +2 സയൻസ് ഉള്ള കുട്ടികളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സയൻസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. സോ എങ്കിലും എന്തൊക്കെ പറഞ്ഞാലും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. കൂടാതെ ഇന്റൻസീവ് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെന്താണ്, ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കട്ടെ. ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഇരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിശ്വാസം അതല്ലേ എല്ലാം അല്ലെ. സോ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ചുരുങ്ങിയ കാലയളവുണ്ട്, അതായത് ഒരു 2 മാസം, 2-2.5 മാസമാണ് നമുക്ക് എക്സാമിനായിട്ടുള്ളത്. സോ ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും. സോ നമുക്ക് ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ +2 സയൻസിന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള സ്കീം അനുസരിച്ചിട്ടുള്ള സിലബസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫിസിക്സ് ആണ്. 30 മാർക്കിന്, 100 മാർക്കിൽ നോക്കിക്കോണേ, 100 മാർക്കിൽ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഫിസിക്സിൽ നിന്നായിരിക്കും വരിക. അതിന് വീണ്ടും ഒരു 5 മൊഡ്യൂളായിട്ട് അല്ലെ, 4 മൊഡ്യൂളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് മൊഡ്യൂൾ 1 8 മാർക്കാണ് വരിക. അതിലെ നോക്കിക്കേ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, നമ്മൾ +2 പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പിന്നെ കൈനമാറ്റിക്സ്, മോഷൻസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ, പിന്നെ ഡൈനാമിക്സ്, അതായത് ലോസ് ഓഫ് മോഷൻ, വർക്ക്, എനർജി, പവർ, ഇതൊക്കെ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കൂടാതെ നോക്കിക്കേ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഈ മൊഡ്യൂൾ 1 വരുന്നുണ്ട്. മൊഡ്യൂൾ 2 6 മാർക്ക് കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. എന്തൊക്കെയാണ്? മെയിൻലി മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്, ഇലാസ്റ്റിസിറ്റി, പിന്നെ മൊഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 വരിക. അതുകൂടാതെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, പിന്നെ ഓസിലേഷൻ കേട്ടോ, ഓസിലേഷൻ ആൻഡ് വേവ്സ്. പിന്നെ കൂടാതെ മൊഡ്യൂൾ 3 മൂന്നാമത്തെ മൊഡ്യൂൾ, അതായത് പാർട്ട് 1 മൂന്നാമത്തെ മൊഡ്യൂളിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ലൈക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ടാകും, ഇലക്ട്രോ ഡൈനാമിക്സ്, കറണ്ട്, ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പിന്നെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC, കൂടാതെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മൊഡ്യൂൾ 3 കവർ ചെയ്ത് വരിക. മൊഡ്യൂൾ 4 അവിടെ നിന്ന് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ബേസിക്കലി റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ് കേട്ടോ, റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്, പിന്നെ മോഡേൺ ഫിസിക്സ് ലൈക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ, പിന്നെ സെമി കണ്ടക്ടർ ഫിസിക്സ്, കൺസെപ്റ്റ് ഓഫ് എനർജി ബാൻഡ്,
അതുകൂടാതെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്സിൽ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കിയാൽ പാർട്ട് 2 കെമിസ്ട്രി ആണ്. 28 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ കെമിസ്ട്രിയിൽ നിന്ന് വരിക. അതിൽ മൊഡ്യൂൾ 1 ഫിസിക്കൽ കെമിസ്ട്രി ആണ്. അതായത് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ കവർ ചെയ്യുന്നതാണ് ഇക്വിലിബ്രിയം, അതായത് കൺസെപ്റ്റ് ഓഫ് pH. അതുകൂടാതെ മൊഡ്യൂൾ 2 ഇനോർഗാനിക് കെമിസ്ട്രി ഏകദേശം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ മൊഡ്യൂൾ 3 ഓർഗാനിക് കെമിസ്ട്രി, അതും 10 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മൊഡ്യൂൾ 3 ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ, പാർട്ട് 3 വരുന്നത് ബോട്ടണി കേട്ടോ. ബോട്ടണിയിൽ നിന്ന് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതിൽ നോക്കിയാൽ മൊഡ്യൂൾ 1 ആയിട്ട് പറയുന്നത് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ കേട്ടോ. 2 മാർക്കിന് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇതിൽ ബോട്ടണിയിൽ കേട്ടോ. ബോട്ടണിയിൽ 2 മാർക്കിന് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കൂടാതെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്, പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇതൊക്കെ നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ. ബോട്ടണിയിൽ നമ്മൾ +2 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കിയാൽ മൊഡ്യൂൾ 3 ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ കേട്ടോ, ഫുഡ് പ്രൊഡക്ഷൻ. അതുകൂടാതെ നോക്കിക്കേ, മൊഡ്യൂൾ 4 ബയോടെക്നോളജിയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, കൂടാതെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ കവർ ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്, അതുകൂടാതെ നമ്മുടെ എക്കോസിസ്റ്റം കവർ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ബയോളജിയുടെ ആൻഡറിൽ ചോദിക്കുന്നുണ്ടാകും. കൂടാതെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഇതൊക്കെ നമ്മുടെ പഴയ സിലബസിലും കുറച്ചൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് അല്ലേ. നോക്കിയേ, പാർട്ട് 4 സുവോളജിയിൽ നിന്ന് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ലൈക്ക് മൊഡ്യൂൾ 1 ഹ്യൂമൻ ഫിസിയോളജി അല്ലെ, ഹ്യൂമൻ ഫിസിയോളജി 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ലൈക്ക് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഇതൊക്കെ നമ്മുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത കാര്യമാണ് അല്ലേ. ഇത് നമുക്ക് ഇനി പഠിച്ചു തുടങ്ങിയാലും മതി, ഉറപ്പായിട്ട് നമുക്ക് ഈ സിലബസ് കവർ ചെയ്ത് പഠിക്കാൻ പറ്റും, നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. ബോഡി ഫ്ലൂയിഡ്സ് കേട്ടോ, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, അതുകൂടാതെ എക്സ്ക്രീറ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, neural control and coordination, chemical coordination and integration, human reproduction, കൂടാതെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്. കൂടാതെ മൊഡ്യൂൾ 2 ജെനറ്റിക്സിൽ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് കേട്ടോ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് കേട്ടോ. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഏതിലാ വരിക? ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ കേട്ടോ. 2 മാർക്കിന് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും മൊഡ്യൂൾ 3. കൂടാതെ മൊഡ്യൂൾ 4 അനിമൽ കിങ്ഡം കേട്ടോ, അനിമൽ കിങ്ഡത്തിൽ നിന്ന് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നെക്സ്റ്റ് പാർട്ട് 5 വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് വരിക. 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നുണ്ടാവും. ലൈക്ക് സെറ്റ്സ്, ദെൻ റിലേഷൻസ്, ഫംഗ്ഷൻസ്, ഫാക്ടോറിയൽ ഓഫ് നമ്പേഴ്സ്, കൂടാതെ പ്രോഗ്രഷൻ ലൈക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ജിയോമെട്രിക് പ്രോഗ്രഷൻ, പിന്നെ ട്രിഗ്നോമെട്രി, ക്ലോണിക്, കൂടാതെ ഡെറിവേറ്റീവ്സ്, സ്ട്രൈറ്റ് ലൈൻ. സോ ഇതൊക്കെ കവർ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് മാത്തമാറ്റിക്സിൽ നിന്ന് കിട്ടുക. സോ ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, നമ്മളെല്ലാവരും അതായത് നേരത്തെ പഠിച്ചു തുടങ്ങിയവർ അവരൊരു ട്രാക്കിലൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ സിലബസിൽ കുറച്ച് ഏറെ മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ ഒരു പുതിയ സിലബസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിലെ കേട്ടോ, ഞാൻ പറയുന്നത് കേൾക്കുക, നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന തരത്തില്, അതുകൂടാതെ റിവിഷനും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ടും ഒക്കെ തരുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് ഇനി പഠിക്കാനായിട്ട് ഏകദേശം 2 മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ +2 പഠിച്ച കാര്യം തന്നെയാണ്. ആ അറിവൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. വളരെ നന്നായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട് കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുന്നു, വളരെ നന്നായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾ ദിവസം ഒരു 3-4 മണിക്കൂർ മാറ്റി വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഗവൺമെന്റ് ജോലി ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന പോസ്റ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് വേക്കൻസി ഒക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കുള്ള എല്ലാ ഗൈഡൻസും സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ എജ്യൂസ് അക്കാഡമി ഉണ്ട്. നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം, സീറ്റുകൾ ഉറപ്പിക്കാം. വളരെ നന്നായിട്ട് പഠിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.